വന്നിട്ട് ഓസ്കാർ തിയേറ്ററാണ് ഇക്കൊല്ലം കേരള ടീം സെലക്ടർ എന്ന് പറയുന്നത്. ഓസ്കർ ഈ ഓസ്കർ ആയിരിക്കും പ്രായമുള്ള നല്ല പ്രായമുള്ള അടുത്ത ലിസ്റ്റ് വന്നു. പുള്ളിയാണറിയാം സെലക്ടറായിട്ട് നോക്കും പുള്ളി പോകുന്നത്. അതാ പുള്ളി പ്രശ്നം. ഞാൻ ആൾക്കാരെ പറഞ്ഞു സെലക്ടറായിട്ട് അങ്ങനെ വെച്ചിട്ട് വേറെ എന്തുമാത്രം ആൾക്കാരുണ്ട് ആർക്കെങ്കിലും കൊടുക്കാൻ പറയുന്നത്. ഇങ്ങനെ പോയില്ലെങ്കിൽ ഒരു ചാൻസ് ഇല്ല. നിങ്ങളുടെ ടൂറിന് 21 തിങ്കളാഴ്ച ഫസ്റ്റ് ദിവസം സെവൻസ് കളിപ്പിച്ചത് അവിടെ ബീച്ചിൽ. മത്തായി പറഞ്ഞു നിങ്ങളാണെങ്കിലും വരാൻ വരാൻ ചോദിച്ചു കളിക്ക്. അത് ഇപ്പൊ തന്നെ അത് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ പൈസ വർക്കൗട്ട് ചെയ്തില്ല പിന്നെ അങ്ങനെ കളിക്കും. ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് പൈസ ഇപ്പൊ തന്നെ പൈസ തന്നെ കളിപ്പിച്ചില്ല പിന്നെ എന്ത് ചെയ്യും? വന്നില്ല കിട്ടിയില്ലായിരുന്നു. കിട്ടിയായിരുന്നു വന്നില്ല. അവൻ്റെ കയ്യിരിപ്പിൻ്റെ ആണോ വന്നില്ലെന്ന് പറഞ്ഞു. സ്പീഡി പ്ലെയർ ശശിയൊക്കെ ഉണ്ടാവും. ശശിയൊന്നും കഴിഞ്ഞ എടുക്കത്തില്ല. ശശി റണ്ണില്ല. ശശിനെ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഓടത്തില്ല. കാര്യം പൈസന് ഓടിയില്ലെങ്കിൽ എന്താ ഒരു രക്ഷയില്ല. ശശി കഴിഞ്ഞ ദിവസം പോയി മത്തായിനോട് കയറിയേട്ടെന്ന് പറഞ്ഞു. കാസർഗോഡ് മത്തായി എന്നോട് പറഞ്ഞു എടാ ഉന്നയിച്ചിനെ ഇവനെ കൊണ്ടുപോയി മരേണ്ട ആദ്യമായിട്ട് കളിക്കുന്ന പിള്ളേരെ പോലെ കളിക്കണം. ആൾക്കാർ ചീത്ത പറഞ്ഞു. കാര്യം ശശി പ്ലെയറാണ് നമ്മൾ അംഗീകരിക്കും. സെവൻസിലൊക്കെ അവിടെ നിന്ന് കളിച്ചാൽ മതി. പക്ഷേ പൈസ രക്ഷയില്ല. പൈസ അധ്വാനിച്ച് കളിച്ചില്ലെങ്കിൽ രക്ഷയില്ല. ഞാനിവനെതിൽ എത്ര ടൂറാണ് ഇപ്പോൾ കളിച്ചിരിക്കണം. ഇവനില്ലേ എൻ്റെ കാലം നമ്മൾ ബോളെടുത്ത് പുറകെ വരും. പൈസയിൽ അങ്ങനെ വെച്ചാൽ മറ്റേ രക്ഷയുണ്ട്. ശശിയെ കളിച്ചേക്കോളാം. കളിക്കുമെന്ന് എനിക്ക് തോന്നല്ല. അങ്ങനെ അത്ര സ്റ്റാമിന ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. 17 പേരുണ്ട് ഈ ആണല്ലേ. നല്ല പ്ലേസൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ആത്മാർത്ഥമുള്ളവന്മാർ കട്ടൊക്കെ ആത്മാർത്ഥമുള്ളവന്മാർ. ഹെൻറിയൊക്കെ ഉണ്ട്. ഹെൻറി അവനല്ലേ പോകണം. മറ്റേ കണ്ണുണ്ടോ അല്ല നല്ല സ്പീഡാണ്. പള്ളിപ്പുറത്തിൻ്റെ കീപ്പറുണ്ട്. അനന്തുണ്ട്. പിന്നെ അഖിലി, സോബിൻ, സാലി, അനീഷ്, പിന്നെ ഇൻസ്റ്റാൻ്റെ ഒരു മറ്റേ സച്ചി, പിന്നെ അക്ഷയ് എന്ന് പറയുന്ന ബാക്ക് കളിക്കുന്ന പയ്യൻ എടുത്തിട്ട് ലെഫ്റ്റ് വന്നിട്ട് അടിക്കണ പേർക്ക് സെൻറ്റർ ബാക്ക് കളിക്കണം. സെൻറ്റർ ബാക്ക് കളിക്കണം. സനുണ്ട്. നെയ്മറിനേക്കാളും നല്ല മറ്റവൻ തന്നെ അവനല്ലേ. നെയ്മറിനേക്കാൾ കൂടുതൽ മറ്റേ അവൻ നീറാണ്. വിടത്തില്ല. കളിക്കാൻ ടീമായ മതി. ടീമായ കളിച്ച് കഴിഞ്ഞാൽ ഒരു പിടിക്കുള്ള സാധനമുണ്ട്. പക്ഷേ അതുപോലെ ഇത്ര ദിവസം ഉണ്ടെങ്കിൽ അതുപോലെ പൈസേനെ കളിപ്പിക്കാനോ ഓക്കെ. കഴിഞ്ഞ ദിവസം വെയിലത്തിട്ട് കളിപ്പിക്കുന്നൊക്കെ പോലെ വെയിലത്തിട്ട് കളിപ്പിക്കുന്നു. 9:30 കളിപ്പിച്ച് വാങ്ങപ്പൊന്നുമില്ലായിരുന്നു. ചെയ്യിപ്പിച്ച് കളിപ്പിച്ച്. അല്ല അലി ചെയ്യും കേട്ടോ. പക്ഷേ അതിനകത്ത് പ്രശ്നം അവന് 11ൻ്റെ ഫീൽഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ടാണ്. പിന്നെ പ്ലേയേഴ്സിൻ്റെ കപ്പാസിറ്റി വെച്ച് കളിച്ചാൽ മതി. അത് പൈസ ആക്കി മത്തായി ഒരേ പ്രായക്കാരാണ് ആയിരിക്കും. വരട്ടട വരുമ്പോ എടുത്താൽ പോരെ. ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ മുത്തെന്താ പറയുക. പക്ഷെ അവൻ വന്നിട്ടെങ്കിലും അലനിപ്പോ ഒരിടത്തും പോയാ കുറേ നേരം വന്നിട്ട് 5 മണിയാകുമ്പോൾ 4-5 മണിയാകുമ്പോൾ
ആളില്ലാത്തതുകൊണ്ടാണ് അവന്മാർ പറഞ്ഞിടവില്ല. അവരൊരു അവരെ സ്പോൺസറായ ഒരു ചേച്ചിയുണ്ട്, അവർ മറ്റുള്ള നമ്മുടെ ആളില്ലെന്നുള്ളത് അതന്നെ കാര്യം. അതിന് മേജർ സ്പോൺസറൊന്നും ആയിരിക്കത്തില്ല. ഇത് സ്പോൺസർമാർ 10,000 കൊടുക്കുക. വിചാരം നടത്തുന്നുണ്ട് അടുത്ത മാസം. അവർ ഗാലറി കിട്ടിയായിരിക്കും. ഗാലറി ആയിട്ട് നടത്തുന്നുണ്ട്. കുഞ്ഞു പിള്ളേർ ഭയങ്കര ചൂടാണ്. Guys, Vande Bharat sea train. Guys, Vande Bharat ആണ് ഈ സാധനം മാത്രമല്ല എല്ലാ ട്രാക്കിലും. Guys, ഈ ട്രാക്കിൽ മാത്രമല്ല ഈ സാധനം ഈ സാധനം മാത്രമല്ല എല്ലാ ട്രാക്കിലും ഭയങ്കര സ്പീഡാ വന്ദേ ഭാരത്. ഞങ്ങള് ഫസ്റ്റ് ഗോൾ ഇവർ അടിച്ചു. അപ്പൊ ആദ്യം അവൻ പോയി. പിന്നെ പടപടയെന്ന് പറഞ്ഞ അലക്സ് കയറി 2 വെച്ച് കൊടുത്ത് റോക്സൺ നല്ല കളികൾ സെലക്ഷൻ കിട്ടി. അങ്ങനെ വേറെ 2 പയ്യന്മാരാണ് പറഞ്ഞ മുത്തൂനയിലെത്താണെങ്കിൽ നല്ലൊരു റോക്സൺ അവന് കൊടുത്തില്ല. അവനെ സെമിന്റെ റെഫറിനൊന്ന് നൈസായിട്ട് കയറി പറഞ്ഞായിരുന്നു. അവനെ കട്ട് ചെയ്തേ